പ്ലാന്റ് എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ത്രോ അവേ പ്രൈസിനാണ്. ഇത് ഒരു 150 റുപ്പീസൊക്കെ വിലയുള്ള ഒരു ഫിഗ് പ്ലാന്റ് ആണ്. പക്ഷേ നമസ്കാരം, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, പ്ലാന്റ് റെസ്ക്യൂ സീരീസ് എന്ന് പറഞ്ഞിട്ട്. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതുപോലെ നഴ്സറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഇതേപോലെ പ്ലാന്റ്സ് കണ്ടെത്തിയിട്ട് ഈ പ്ലാന്റ് എനിക്ക് കിട്ടിയത് ഓൾമോസ്റ്റ് ത്രോ അവേ പ്രൈസിനാണ്. ഇത് ഒരു 150 റുപ്പീസൊക്കെ വിലയുള്ള ഒരു ഫിഗ് പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ ഓപ്പണായി, ഇതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ വന്നു. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര പൈസ കുറവിനാണ് തന്നത്. ഈ ചെടീനെ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാമെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയുടെ ഇഷ്യൂസ് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ പ്ലാന്റ്സ് റെസ്ക്യൂ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾ കുറേ കൂടി രസമായിട്ട് വളർത്താനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലാന്റിനെ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇതാണ് പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ ഇഷ്യൂസ് പറയാൻ ഞാൻ. അപ്പോൾ ആദ്യം തന്നെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു സാധനമാണ് ചട്ടീൻ്റെ അപ്പുറത്തേക്ക്. ഫിഗ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ റൂട്ട് സിസ്റ്റം ഇല്ല. പക്ഷെ എന്നിട്ട് പോലും ഈ ചട്ടി ഭയങ്കര ചെറുതായതുകൊണ്ട് അതിന്ന് കടന്ന് ഇത് പുറത്തേക്ക് വന്നു. അപ്പോൾ പ്ലാന്റ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഓട്ടയെ കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ റൂട്ട് ബൗണ്ടായി എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം നോക്കിയാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ഇതിൻ്റെ ലീവ്സ് എല്ലാം ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീഫ് കരിഞ്ഞത് രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ, അല്ലെങ്കിൽ ഓവർ വാട്ടറിങ് കൊണ്ടും ഫിഗിൽ ഇങ്ങനത്തെ കരിച്ചിൽ സംഭവിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഓവർ വാട്ടറിങ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ ചെടിയൊന്ന് മണത്ത് നോക്കിയാൽ നമുക്ക് ഈ വൈറ്റ് കളറ് ഒരു പാട് പോലെ കാണാം. ഇത് ആക്ച്വലി അവർ സാഫ് സ്പ്രേ ചെയ്തേക്കുന്നതാണ്. അപ്പം സാഫ് ഒഴിച്ചതുകൊണ്ട് ഫംഗസ് ആയിരിക്കില്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഓവർ വാട്ടറിങ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓവർ വാട്ടറിങ് കൊണ്ടാണ് കൂടുതൽ ലീവ്സിൽ ഇങ്ങനെ സംഭവിക്കാറ്, എസ്പെഷ്യലി ഫിഗ് പോലെയുള്ള പ്ലാന്റ്സ്. പിന്നെ നമുക്കറിയാം, ഫിഗ് ഇങ്ങനെ കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിങ്ങനെ തുറന്ന് വരുന്നത് കറക്റ്റായിട്ടുള്ള ലൈറ്റിങ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ലൈറ്റും കറക്റ്റായിട്ടില്ല. പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ആയിരിക്കുന്നത്. നമുക്കിതിനെ റീപോർട്ട് ചെയ്യാം. ഇപ്പോൾ റീപോർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു 2-3 സൈസ് വലിയൊരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലും വലുത് എടുക്കണ്ട. ഇത് വലിയ വലിപ്പമില്ല ആക്ച്വലി. ഇതിന് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് വലിയ വലിപ്പമില്ല. ഇതിലേക്ക് ഞാനിത് റീപോർട്ട് ചെയ്യാൻ പോവാം. റീപോർട്ട് ചെയ്യാൻ ഞാനിവിടെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എംസാൻഡ്. എൻ്റെ മണ്ണ് ഇവിടുത്തെ കുറച്ച് ക്ലേ ടൈപ്പായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എംസാൻഡ് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പീറ്റും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ കൊക്കോ പീറ്റും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നടാം. വളം കുറച്ചിട്ടാൽ മതി. ചാണകപ്പൊടി നല്ല ഞാനിങ്ങനെ താത്തി വിട്ടിട്ട് ഒരു മിനിറ്റ് എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നന്നായിട്ട് ഒരുപാട് വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആദ്യം ചെടി ഒന്ന് സർവൈവ് ചെയ്ത് വന്നതിന് ശേഷമാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഫിഗ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന് കറക്റ്റായിട്ട് എല്ലാ ഇലയിലും ലൈറ്റ് എത്തിയിട്ടില്ലെങ്കിൽ ഈ പ്ലാന്റ് ഇങ്ങനെ തുറന്ന് വരും ആക്ച്വലി. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പ്ലാന്റിന് അത്യാവശ്യം എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് എത്തണം. മുകളിൽ മാത്രം ലൈറ്റ് എത്തിയോണ്ട് കാര്യമില്ല, സൈഡിൽ മാത്രം ലൈറ്റ് എത്തിയൊന്നും കാര്യമില്ല. എല്ലാ ഭാഗത്തേക്കും ലൈറ്റ് എത്തുന്ന ഒരു സ്പോട്ട് വെക്കണം. ഇൻഡോർ ആണ് വെക്കുന്നതെങ്കിൽ. അതല്ല ഔട്ട്ഡോർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ പ്ലാന്റ് സർവൈവ് ചെയ്യും. നമുക്ക് പതുക്കെ ഇത് പോട്ടിൽ നിന്ന് മാറ്റി തുടങ്ങാം. ഇങ്ങനെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൻ്റെ റൂട്ടിനകത്തേക്ക് പുഷ് ചെയ്തിട്ട് എടുക്കാം.
മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പ്രശ്നങ്ങൾ ഈ ചെടിക്ക് കൂടുതലുണ്ട്. ഇവിടെ നോക്കിയാൽ ഇത് മുഴുവനും ഫംഗസ് ഉണ്ട് പ്ലാന്റിൽ അത്യാവശ്യം. ഞാൻ വേഴ്സാണ് ഈ ഇഷ്യൂ നോക്കുന്നത്. ഒരുപാട് മോശമല്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റ് അത്യാവശ്യം ഇൻഡോർ വെച്ചിരുന്നൊരു പ്ലാന്റാണ്. അത് ഫംഗസ് നാറ്റ്സ് കാണുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ സൂമോണ എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ് ഇത്. സാഫ് ഉണ്ടെങ്കിൽ സാഫ് ഉപയോഗിച്ചാലും മതി. എനിക്ക് സൂമോണ ഉപയോഗിക്കാനുള്ള കാരണം കുറച്ച് പ്ലാന്റിൻ്റെ റൂട്ട്സ് ഗ്രോ ആവാനും ഇത് യൂസ് ചെയ്യാം. ഇതൊരു കെമിക്കൽ അല്ല, ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു ബയോളജിക്കൽ ഫംഗിസൈഡ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ഒരു ഇച്ചിരി ഒന്ന് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ ഈ പ്ലാന്റിനെ ഇതിലേക്കൊന്ന് മുക്കി വെച്ചിട്ട് ഇതിൻ്റെ റൂട്ട്സ് ഒന്ന് നമ്മുടെ ചെമ്മണ്ണാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ്ലി പാക്കായിപ്പോവും വെള്ളം ഒഴിക്കുമ്പോൾ, കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട്സിന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഫംഗസ് നാറ്റ്സ് വന്നതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്തായാലും മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് അത് എടുത്ത് കളയുന്നില്ല, പക്ഷെ കുറച്ച് കല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, വലിയ വലിയ കല്ലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ പതുക്കെ ഇതൊന്ന് റൂട്ട്സിന് അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് മാറ്റാൻ പോകും. അപ്പോൾ ഫംഗസ് നാറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് ചത്തും പോയിക്കോളും. അപ്പോൾ ഇനിയിപ്പോൾ സാഫ് സ്പ്രേ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആയിട്ടില്ലെങ്കിലോ എന്നൊരു ആയിട്ടുണ്ടാവില്ല, അതായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. മാത്രമല്ല ഇതൊരു വളരെ ഷെയ്ഡിലാണ് ഈ ചെടി നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും പെട്ടെന്ന് തന്നെ ഫംഗസ് നാറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഞാൻ കുറച്ചൊക്കെ റൂട്ട്സ് അത്യാവശ്യം നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൂട്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്ലാന്റ് സേവ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ മുകളിൽ പൊട്ടി വന്ന് നിൽക്കണ്ടോ നോക്കാം. മുരടിച്ച് പോയ പ്ലാന്റ്സ് ആണെങ്കിൽ അധികം മേടിക്കാതിരിക്കാൻ നോക്കാം. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സുമോണ ഈ എൻ്റെ മിക്സിലേക്കും കൂടി ആഡ് ചെയ്തു. ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് നോക്കാവുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി പ്ലാന്റ്സിനെ യൂസ് ചെയ്യാൻ. പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട്സ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ നടാൻ പോകും. അപ്പോൾ അടിയിലുള്ള 2-3 എന്തായാലും കൊഴിഞ്ഞു പോകാറായി നിൽക്കുന്ന 2-3 ലീവ്സ് ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ മുകളം വന്ന് നിൽപ്പുണ്ട്. ഞാൻ എന്നാലും പ്ലാന്റ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പതുക്കെ എൻ്റെ പ്ലാന്റ് നടാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആകെ കൊക്കോപീറ്റ്, കുറച്ച് ചാണകപ്പൊടി, സാൻഡ്, പിന്നെ എൻ്റെ നോർമൽ മണ്ണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് അതിനകത്തുനിന്ന് മാറ്റി, എന്നിട്ട് ഞാൻ ഇത് കുറച്ച് ഡീപ്പായിട്ട് നട്ടിട്ട് അതിൻ്റെ മേലേക്ക് ആ മണ്ണ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ പ്ലാന്റ് നട്ടു. ഞാനത് അത്യാവശ്യം ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഇപ്പം എൻ്റെ ഇതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു പച്ച കളർ ഷീറ്റ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അല്ലാതെ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള വെയിൽ അടിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ സുമോണയുടെ ഈ മിക്സ് തന്നെ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കും. അത്രേ ഞാൻ ചെയ്യുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് രണ്ട് ദിവസത്തിലൊരിക്കലും ഞാൻ നനച്ച് കൊടുക്കാറുള്ളൂ. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ
പാർഷ്യലായിട്ടൊരു സൺലൈറ്റ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഓവർ വാട്ടേർഡ് ആയിട്ടാണല്ലോ നമുക്ക് പ്ലാന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്ന. അപ്ഡേറ്റ് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ. ഹാപ്പി പ്ലാന്റ് സേവിങ്. ടാറ്റാ.